അടുത്ത കാലത്തായി BJP-യിൽ ഹിന്ദു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ നേരവകാശികളാകാൻ വേണ്ടി പല വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുമത വിശ്വാസത്തിലെ ഏറ്റവും വൈകാരികമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ കൂട്ടരും ബജരംഗദളായാലും RSS ആയാലും BJP-യുടെ മറ്റ് ദുർഗാവാഹിനി ആയാലും അതുപോലുള്ള ഏത് സംഘടനകളായാലും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സന്യാസികളും ശങ്കരാചാര്യന്മാരും ഗവൺമെൻറ്റുമായിട്ടുള്ള തർക്കങ്ങൾ, ചില മന്ത്രിമാരുടെ നിലപാടുകൾ, ഇതൊക്കെ ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുകയാണ്. ഇന്ത്യക്ക് ഇന്നുവരെ പരിചയമില്ലാത്ത പൊളിറ്റിക്കലൈസ്ഡ് പാട്രണേജുള്ള സംഭവങ്ങളിലേക്കാണ് ഗതിയെത്തിക്കുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം ഒരു വന്ദേ മാതരി ട്രെയിൻ, കാമാഖ്യ ഹൗറ, ആസാമിൽ നിന്ന് ഹൗറ വരെ പോകുന്ന വന്ദേ മാതരി ട്രെയിനിൽ പെട്ടെന്നൊരു ഓർഡർ മൂലം നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ നിരോധിക്കാനുണ്ടായത്. അത് റെയിൽവേ മന്ത്രി വൈഷ്ണവ് തന്നെ അവസാനം പിൻവലിക്കേണ്ടി വന്നു. ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല, മത്സ്യമാംസാദികൾ കൂട്ടാൻ പാടില്ല, എൻ്റെ ഭക്ഷണം ഇന്നതായിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ഞാൻ ഒരു ഹിന്ദു ആണെങ്കിൽ കൂടി ഞാൻ മറ്റൊരു ഹിന്ദുവിനെ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇതെൻ്റേത് മാത്രമാണ്, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇവിടെ റെയിൽവേ അധികാരികൾ ചെയ്തത് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവുള്ളൂ എന്നുള്ള സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ് ആ ട്രെയിനിൽ കൊടുത്തിരുന്നത്. സ്വാഭാവികമായും ഹൗറയിൽ നിന്നായതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഈ തീരുമാനത്തിനെതിരായി, തൃണമൂൽ ഈ തീരുമാനത്തിനെതിരായി രംഗത്ത് വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഹിന്ദുവിൻ്റെ അവകാശങ്ങൾ പറയാൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള, അവർ സംസാരിച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ അവർ പറയുന്നത് പോലെ മറ്റ് ഹിന്ദുക്കൾ നടക്കണം എന്നുള്ള വാശി പിടിക്കുമ്പോഴാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ തർക്കങ്ങൾ ഉണ്ടാകാതെ തടയുക എന്നുള്ളതാണ് ഒരു സെൻസിബിൾ കേന്ദ്ര ഗവൺമെൻറ്, അല്ലെങ്കിൽ സെൻസിബിളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരികളുടെ കടമ. മറിച്ച് ഇത്തരം സെൻസിറ്റീവായുള്ള വിഷയങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗത്തും വളർത്തിയെടുത്ത് അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പലരും ശ്രമിക്കുമ്പോഴാണ് സ്വാഭാവികമായും ഇത് പിടിച്ചാൽ കിട്ടാത്ത ഒരു ഇതായിട്ട് പോവുകയാണ്. കാമാഖ്യ ട്രെയിനിൽ ഒരു 10 വർഷം മുമ്പ്, അല്ല 5 വർഷം മുമ്പ് വരെ, അല്ല 2 വർഷം മുമ്പ് വരെ നോൺ വെജ് ഫുഡ് വിളമ്പിയിരുന്നു, കൊടുത്തിരുന്നു, സെർവ് ചെയ്തിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഹിന്ദുമതത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് വെജിറ്റേറിയനിസത്തെ കൊണ്ടുവരികയാണ്. എന്തിനാണ് വെജിറ്റേറിയനിസത്തെ കൊണ്ടുവരുന്നത്? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൻ്റെ വീട്ടിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ചില BJP പ്രവർത്തകർ വന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ, മോഡിയുടെ കാര്യം, ഇവരെല്ലാം നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ BJPക്ക് വോട്ട് ചെയ്യുകയില്ല. എന്നാന്ന് ചോദിച്ചു. ഞാൻ കഴിക്കുന്ന ആഹാരം എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം BJPക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ അവകാശത്തെ, എൻ്റെ പ്ലേറ്റിൽ, ഭക്ഷണപാത്രത്തിൽ എന്താണുള്ളത് എന്ന് വെരിഫൈ ചെയ്യാനുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടില്ല. അത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനവുമായി സഹകരിക്കില്ല. ഉടനെ അവരുടെ മറുപടി വന്നു, വളരെ ഇപ്പോഴും ആ മറുപടി വരും. BJPക്ക് എൻ്റെ അത് പങ്കൊന്നുമില്ല, BJPയുടെ ചില പോഷക സംഘടന അമിതാവേശത്തിൽ ചെയ്തതാണ്, അത് ഞങ്ങൾ ശ്രദ്ധിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ, അമിതാവേശത്തിൽ ഹിന്ദുമതത്തിൻ്റെ ദണ്ടും കോലും എടുത്തുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങുന്നവരെ നിയന്ത്രിക്കാനുള്ള അവകാശമില്ലേ? ഗവൺമെൻറ്റിനില്ലേ? ആ അവകാശത്തിൽ നിന്ന് ഗവൺമെൻറ് പുറകോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു വശത്ത് ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് പറയും, മറുവശത്ത് പോർക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറയും. ഇത് രണ്ടും കഴിച്ചാൽ കഴിക്കാതിരിക്കാനുള്ള കലാഹങ്ങൾ എത്ര സ്ഥലത്ത് എവിടെയെല്ലാം ഉണ്ടായി. ഇത് കണ്ട് പഠിക്കുന്നില്ലേ? ഇതാണോ ജനങ്ങളുടെ വിഷയം? എല്ലാ മതങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്. പോർക്ക് നിരോധിക്കണമെങ്കിൽ, അല്ലെ പോർക്ക് കഴിക്കാവുന്നിടത്ത് ബീഫും കഴിക്കാൻ പറ്റണം, ബീഫ് കഴിക്കാവുന്നിടത്ത് പോർക്കും കഴിക്കാൻ പറ്റണം. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ തീർന്നില്ലേ? അപ്പോൾ ഇതാരാ തീരുമാനിക്കുന്നത്? ആരെന്ന് തീരുമാനിച്ചിരിക്കുന്നു? ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ മുഴുവൻ എല്ലാ തരം ഇറച്ചികളും ഒരുമാതിരി എല്ലാം ഉണ്ട്. അറബിക് ഫ്ലൈറ്റിൽ മാത്രം ചിലപ്പോൾ ഇത് പോർക്ക് കണ്ടില്ലെന്ന് വരും. നമ്മളുമുണ്ട്, പശു ഇറച്ചിയുടെ കാര്യത്തിലുണ്ട്. പക്ഷെ ഇത് കഴിക്കാൻ ആഗ്രഹമുള്ളവൻ, ഇത് തൊഴിലായി സ്വീകരിക്കുന്നവൻ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് പാർലമെൻറ്റിൽ പോലും കഴിഞ്ഞ ദിവസം കണ്ടില്ല. അതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട വിഷയം രാഹുൽ മാങ്കോട്ട് ഏത് പെണ്ണുമായി ബന്ധപ്പെട്ടു, അല്ലെ സതീശന് ഏത് പെണ്ണിനെ ഫോൺ വിളിച്ചു എന്നുള്ളതാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇന്ത്യൻ റെയിൽവേ നടക്കുന്ന കാര്യമാണ്. അവസാനം ഇത് ആ ഓർഡർ പിൻവലിക്കാൻ ആര് നിർബന്ധിതരായി? റെയിൽവേ മന്ത്രി വൈഷ്ണവ് തന്നെ നിർബന്ധിതനായി. ഇത്തരം കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇത് നമ്മൾ ചർച്ച ചെയ്യുമോ? ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇവിടെയാണ് നമ്മൾ യൂട്യൂബ് ചാനലുകാരായാലും മുഖ്യധാരാ ചാനലുകളാണെങ്കിലും നമ്മളെ കത്തിക്കാൻ പറ്റുന്ന ഇതിൻ്റെ പേരിൽ കലാപം ഉണ്ടായാൽ നാളെ ആ ട്രെയിൻ കത്തിക്കുകയോ അതുപോലെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാണ്. അതുവരെ ഇങ്ങനെ ഒരു ഓർഡർ സർക്കാർ ഇറക്കിയിരുന്നെന്നും ഇന്ത്യൻ റെയിൽവേ ഇറക്കിയിരുന്നെന്നും ആ ഓർഡറിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായെന്നും അതിനെ ചെറുക്കാനായിട്ട് മമതാ ബാനർജി ഇപ്പുറത്ത് രംഗത്ത് വന്നു എന്നും പറയാം. ഉടനെ എടുത്തടിച്ച് പറയും മമത രാജ്യദ്രോഹിയാണ്. മോഡി തൊട്ട് അമിത്ഷാ തൊട്ട് ഇവിടെ ഗോപാലകൃഷ്ണൻ വരെ ഗോപാലകൃഷ്ണൻ വരെ പറയും മോഡി രാജ്യദ്രോഹിയാണ്. ഇപ്പോൾ രാജ്യദ്രോഹി ആര് രാജ്യസ്നേഹി ആര് എന്നുള്ള കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഇവർ കൈവച്ചിരിക്കുകയാണ്. ഇതാണ് സത്യം. അപ്പോൾ ഹിന്ദുമതത്തെ വളരെ വിശാലമായ ലോകത്തെ കാണുന്ന ഹിന്ദുമതത്തെ നാരോ ആയിട്ട് എത്ര ചെറുതായിട്ട് കാണിക്കാൻ പറ്റും ആ രീതിയിൽ ഹിന്ദുമതത്തെ അവഹേളിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ മഹത്വത്തെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആശയങ്ങളെ അവഹേളിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അത് പറയാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ശ്രീരാമനാണ് ഏറ്റവും വലിയ ദൈവം. എല്ലാ കർക്കിടക മാസത്തിലും എല്ലാ ഹിന്ദുക്കളും രാമായണം വായിക്കണം എന്ന് പറയുക. വായിക്കാൻ സൗകര്യമുള്ളവർ വായിക്കും. ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഇവർ പറയുന്നതിന് മുമ്പ് മിക്കവാറും ഭൂരിഭാഗം ഹിന്ദു ഭവനങ്ങളിൽ രാമായണം കർക്കിടക മാസത്തിൽ വായിച്ചിരുന്നു. അത് RSSകാരൻ്റെ വടി കണ്ടുകൊണ്ടല്ല, ബജരംഗദളുടെ ശൂലം കണ്ടുകൊണ്ടല്ല. അത് അവൻ്റെ ആചാരവും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ പറയുന്നതുകൊണ്ട് രാമായണം വായിക്കണം, രാമായണമാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലർ പറയും പരമശിവനാണ് ദൈവം. ബംഗാളിൽ ചെല്ലുമ്പോൾ പറയും എന്നാ ദുർഗയാണ് ദൈവം. ആരാ? ദുർഗയും രാമനും പരമശിവനും തമ്മിൽ തല്ലുണ്ടാക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന മതഭക്തിയാണ് ഇന്ന് പല തീവ്ര മതവിശ്വാസികളും പ്രകടിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഈ ട്രെയിൻ തന്നെ എടുക്കാം. ട്രെയിനിൽ ഏതെല്ലാം തരത്തിലുള്ള യാത്രക്കാർ യാത്ര ചെയ്യുന്നു, ഏതെല്ലാം വിശ്വാസികൾ, വിശ്വാസമില്ലാത്തവർ, എല്ലാ തരത്തിലുള്ള യാത്രക്കാരും യാത്ര ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നാളെ ഇവർ ഇന്ത്യക്ക് പുറത്തു പോയാൽ എന്ത് ചെയ്യും? ജപ്പാനിൽ പോയാൽ എന്ത് ചെയ്യും? ജപ്പാൻ ബുദ്ധമത രാജ്യമാണ്. അവിടെ എല്ലാത്തരം ഇറച്ചിയുണ്ട്. ജീവനോട് അല്ല വെറുതെ വേവിച്ച് കഴിക്കുന്നുണ്ട്. വഴിയോരങ്ങളിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ, ഇതൊക്കെ ഈ ലോകത്തല്ലേ നമ്മൾ ഹിന്ദുക്കൾ ജീവിക്കേണ്ടത്? ഹിന്ദുക്കൾ ജീവിക്കേണ്ടത് നാഗാസന്യാസിമാർ ജീവിക്കുന്ന പോലെ ഏതെങ്കിലും ഗുഹകളിൽ പോയി ജീവിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇതാണോ പ്രബുദ്ധ ഹിന്ദു? ഇവർ ഹിന്ദുമതത്തെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രാകൃത വിശ്വാസങ്ങളെ, ഗോത്ര സംസ്കാരത്തിലെ ചില പ്രാകൃത വിശ്വാസങ്ങളെ വിലയാണ്. അപ്പോൾ ഇങ്ങനത്തെ വിശ്വാസങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും കരുതുക, ഇത് രാജ്യത്തിൻ്റെ നന്മയ്ക്കല്ല, രാജ്യത്തിൻ്റെ അപകടത്തിനാണ്. ഇത് ഇവിടെ തിരുത്താൻ തീരുമാനിച്ചത് എന്തു പറഞ്ഞാലും മമതാ ബാനർജിക്ക് വീണ്ടും ഒരു നന്ദി കൂടി പറയുകയാണ്. അവരുടെ ചെറുത്തുനിൽപ്പ് ആണ് ഇതിനിപ്പോൾ ഈ ഓർഡർ പിൻവലിക്കാൻ കാരണം. നാളെയും കൂടുതൽ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന അത് മോഡിയുടെയും ആത്യന്തികമായ തകർച്ചയ്ക്ക് കാരണമാകും എന്ന് BJPയിലെ സുഹൃത്തുക്കളും ഓർക്കുന്നതെന്ന്. ഇത്തരം സംഘങ്ങളെ കയറൂരി വിട്ടാൽ, ബജരംഗദളായാലും മറ്റേത് സംഘമാണെങ്കിലും കയറൂരി വിട്ട ഹനുമാൻ സേനയാണെങ്കിലും ആരാണെങ്കിലും കയറൂരി വിട്ടാൽ അത് ആത്യന്തികമായി രാജ്യത്തിനും ഹിന്ദുമതത്തിനും ഹിന്ദുമത വിശ്വാസങ്ങൾക്കും തന്നെ നട്ടക്കച്ചവടമാകും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ നേതാക്കൾ കാണിക്കും എന്ന് വിചാരിക്കുന്നു.